യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നു. കർത്താവ് അന്ധന് കാഴ്ച നൽകുന്നു, ഊമന് സൗഖ്യം നൽകുന്നു. അതുപോലെ തന്നെ കർത്താവ് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാനായിട്ട് അവിടുന്ന് ആവശ്യപ്പെടുന്നു. ആദ്യം നമ്മൾ കാണുക അന്ധരുടെ ആ ജീവിതാവസ്ഥയാണ്. യേശുവിനെ പിഞ്ചെല്ലാൻ മനസ്സുള്ളവരാണവർ. നമുക്കറിയാം, അത്ര എളുപ്പമല്ല അവർക്ക് ഈശോയെ പിഞ്ചെല്ലാൻ. തപ്പിത്തടഞ്ഞാണ് അവർ ഈശോയുടെ പിന്നാലെ പോകുന്നത്. അവിടെ നിരന്തരമായ ശ്രമം ഈശോയെ കാണാൻ സാധിക്കില്ല, നമുക്കറിയാം. പക്ഷേ ഈശോയുടെ പിന്നാലെ പോകാൻ, ഈശോയിൽ സൗഖ്യം സ്വീകരിക്കാൻ ഒക്കെയുള്ള വലിയ ആഗ്രഹം അവർക്കുണ്ട്. ഒരു ഈശോയെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഈശോ ദാവീദിൻ്റെ പുത്ര എന്ന് അവർ ഈശോയെ വിളിക്കുമ്പോൾ അവർക്കറിയാം യേശു ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട മിശിഹായാണ് എന്ന് അവർക്ക് ഏറെക്കുറെ അറിയാം. പക്ഷെ അവരുടെ വിശ്വാസം പൂർണ്ണമല്ല. പക്ഷേ പടിപടിയായി അവർ വിശ്വാസത്തിൽ വളരുകയാണ്. അങ്ങനെയുള്ള ആ വിശ്വാസത്തെ കർത്താവ് പ്രത്യേകമായ വിധത്തിൽ അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുക ഈ ഉറപ്പുള്ള വിശ്വാസമാണ്. പ്രതിസന്ധികളിലെ പതറാത്ത വിശ്വാസം. എന്ത് ക്ലേശമുണ്ടായാലും കർത്താവ് കൈവിടുകയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി പിഞ്ചെല്ലാൻ കാണിക്കുന്ന ആ മനസ്സിൻ്റെ ഏറ്റുപറച്ചിൽ, തുറവി, അതാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ സുവിശേഷം വായിക്കുമ്പോൾ അപൂർണമായ വിശ്വാസമെങ്കിലും അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം കർത്താവ് മനസ്സിലാക്കുന്നു. കർത്താവ് അവർക്ക് കാഴ്ച നൽകുകയാണ്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക സംശയിക്കുന്ന വിശ്വാസ പ്രതികരണങ്ങളാണ്. അവിടെ ഊമൻ പറയാതെ തന്നെ കർത്താവ് സുഖമാക്കുകയാണ്. പക്ഷേ ഊമനെ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ പിശാച് അവനെ ബന്ധിതനാക്കിയിരിക്കുന്നു, ബാധിച്ചിരിക്കുകയാണ്. പക്ഷെ അത്ഭുതം കാണുന്ന ജനം അത്ഭുതപ്പെടുന്നു. അവരെ പൊതുവെ പോസിറ്റീവായിട്ടുള്ള പ്രത്യുത്തരമാണ് അവിടെ കാണുന്നത്. ജനം വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അത്ഭുതം നേരിട്ട് കണ്ടിട്ടും വിശ്വസിക്കാത്ത ഫരിസേയരെയും നമ്മളവിടെ കാണുന്നുണ്ട്. അവർ പറയുന്നത് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്നുള്ള ഒരു മുട്ടായുക്തി അവർ പറഞ്ഞുകൊണ്ട് ഇത് തങ്ങൾ കണ്ടില്ല എന്ന് അവർ നടിക്കുകയാണ്, അല്ലെങ്കിൽ എതിർക്കുകയാണ്. സാധാരണ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. സിമ്പിൾ ഫെയ്ത്ത് എന്ന് നമ്മൾ പറയില്ലേ. എന്നാൽ ചിലരുടെ വിശ്വാസം വളരെ കോംപ്ലക്സാണ്, വളരെ സങ്കീർണം. എപ്പോഴും കുറ്റം കാണുന്ന, കുറ്റപ്പെടുത്തുന്ന, സംശയിക്കുന്ന തരത്തിലുള്ള വിശ്വാസ പ്രതികരണ ശൈലിയാണ് ചിലപ്പോഴും നമ്മൾ കാണുക. ഇന്നത്തെ ലേഖനത്തിൽ ഇത്തരത്തിലുള്ളൊരു ശൈലിയെയാണ് ശ്ലീഹ ശക്തമായിട്ട് എതിർക്കുന്നത്. കൊറിന്തോസുകാർ പലരും വലിയ വിജ്ഞാനികളാണ്, ധനാഢ്യരാണ്, ലോകത്തിന് മുമ്പിൽ വലിയ സ്വീകാര്യതയുള്ളവരാണ്. പക്ഷേ ശ്ലീഹ പറയുകയാണ്, ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെ ദൈവം തിരഞ്ഞെടുത്തു. ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ തിരഞ്ഞെടുത്തു. എന്തിനാണിത്? ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ്. സർവോപരി എല്ലാം ദൈവത്തിൽ അഭിമാനിക്കാനാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസ പ്രതികരണത്തെപ്പറ്റിയും നമുക്ക് വ്യക്തമായിട്ട് പറയാം. നമുക്ക് അഹങ്കരിക്കാനായിട്ട്, അല്ലെങ്കിൽ വിശ്വാസത്തെ പ്രതി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ ഒന്നും നമുക്കില്ല. കാരണം വിശ്വാസം എന്നുള്ളത് കർത്താവ് സൗജന്യമായിട്ട് നൽകുന്ന ദാനമാണ്. ആ ദാനത്തിന് ഏറ്റവും ഉദാരമായി പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്ന് പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാം. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക കർത്താവിൻ്റെ വാക്കുകൾ, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകളാണ്.
ഈശോയുടെ ചുറ്റും ഉള്ളവരെ നമുക്കറിയാം, ഈ അന്ധര് അവരുടെ വിശ്വാസമുള്ളവരാണെങ്കിലും കർത്താവ് പറഞ്ഞത് പൂർണ്ണമായിട്ടും അനുസരിക്കാത്ത വ്യക്തികളാണ്. അവർ ഈശോയുടെ കീർത്തി നാടെങ്ങും പരത്തി കർത്താവിനൊരു പക്ഷേ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിൽ ആയിത്തീരുകയാണ്. നന്ദി പറയാത്ത കുഷ്ഠരോഗികളെ നമുക്കറിയാം. കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം സ്വീകരിച്ചെങ്കിലും ലഭിച്ചെങ്കിലും നന്ദി പറയാൻ തയ്യാറില്ലാത്തവർ, അതിനുവേണ്ടി ശ്രമിക്കാത്ത മനുഷ്യർ, ഇങ്ങനെ അത്ഭുതങ്ങളേറെ കാണുന്നുണ്ട്. എങ്കിലും പിന്നെ തീർച്ചയായിട്ടും ഊമനെ സുഖമാക്കുമ്പോൾ കുറേ പേര് വീണ്ടും സംശയിച്ച് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് യേശു ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്ന നിഷേധാത്മകമായ സമീപനം പുലർത്തുന്ന മനുഷ്യർ. ഇങ്ങനെയുള്ള കുറവുകളുള്ള മനുഷ്യരുടെ ഇടയിലാണ് ഈശോ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നിട്ടും ഈശോയുടെ ഭാഗത്തു നിന്ന് എന്താണ് ഉണ്ടാകുന്ന മനോഭാവം? അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അനുകമ്പയാണ്, സഹാനുഭൂതിയാണ്, അനുഭാവമാണ്, എമ്പതിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുറവുകളുള്ള മനുഷ്യരുടെ ഇടയിൽ ഒരു അനുഭാവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനാണ് ഈശോ എന്ന് നമ്മൾ വിളിക്കുന്നത്. വിളഭൂമി എന്ന് പറയുന്നത് നിൻ്റെ ജോലിസ്ഥലം, നിൻ്റെ വീടാണ്. ഈ അയക്കപ്പെടുന്ന വേലക്കാരൻ നീ തന്നെയാണ്. നിരാശയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറവുകളുമൊക്കെയുള്ള മനുഷ്യരുടെ ഇടയിലാണ് ഈശോയെപ്പോലെ അനുഭാവമുള്ള മനുഷ്യരായി, കാരുണ്യമുള്ള മനുഷ്യരായി, അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന മനുഷ്യരായിട്ട് മാറാൻ ഈശോ പറയുക. അപ്പോൾ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവൻ എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു അർത്ഥം കൂടിയുണ്ട്. തീർച്ചയായിട്ടും യേശുവിലുള്ള സുവിശേഷം, യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് നമ്മൾ അയക്കപ്പെടുന്നു. ഒപ്പം തന്നെ യേശുവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ അനുഭാവത്തിൻ്റെ സുവിശേഷം, പ്രത്യേകിച്ച് തകർന്നവരോട്, കുറവുകളുള്ളവരോട് ഈ സുവിശേഷം പ്രസംഗിക്കാനും നമ്മളെ ഈശോ വിളിക്കുന്നു, അയക്കുന്നു. നാം ആയിരിക്കുന്ന രംഗങ്ങളിൽ ഈശോ എന്ന് നമ്മെ അയക്കുന്നു എന്നുള്ള സത്യം കൂടി ഈ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, നാളെ വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ നമ്മൾ സഭയിൽ ആചരിക്കുകയാണ്. പൗലോസ് ശ്ലീഹ ഏറ്റവും വലിയ മിഷണറിയാണ്. ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചവനാണ്. കർത്താവിൻ്റെ അതേ വലിയ അനുഭാവവും സഹാനുഭൂതിയും ജനത്തിനോട് കാണിച്ചവനാണ് പൗലോസ് ശ്ലീഹ. പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക, കൊരിന്ത്യ ലേഖനം 2-ാം ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം ഇപ്രകാരമാണ്. 14-ാം വാക്യം, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു എന്ന് നമുക്ക് അതിൻ്റെ മറ്റൊരു വായന നടത്താം. യേശുവിൻ്റെ സ്നേഹം, യേശു എന്നോട് കാണിക്കുന്ന സ്നേഹം, എനിക്ക് യേശുവിനോടുള്ള സ്നേഹം, അത് എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടെ അനുഭാവത്തോടെ പെരുമാറാൻ എന്നെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ശ്ലീഹായുടെ മുദ്രാവാക്യം. പത്രോസ് ശ്ലീഹായും യേശുവിന് വേണ്ടി പൂർണ്ണമായിട്ടും സമർപ്പിച്ച വ്യക്തിത്വമാണ്. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയാണ്. ഈ വലിയ വിശുദ്ധന്മാരുടെ തിരുനാൾ ദിവസം നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടാം. എല്ലായിടത്തും മിഷണറിമാരാകാൻ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ അപ്പസ്തോലന്മാരാകാൻ ഉള്ള വരത്തിനായിട്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.